നമസ്കാരം. ഞാൻ ഡോക്ടർ ബാലാജി നാരായണസ്വാമി. NNR സ്കൂൾ ഓഫ് വിസ്ഡം എന്ന ചാനലാണ്. ഇതിൽ 200ഓളം വീഡിയോകൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിലും മലയാളത്തിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ യാദൃച്ഛികമായിട്ട് തുടങ്ങിയതാണ്. ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. പിന്നെ എന്തെങ്കിലും ഒരു പുതിയ വിഷയം വരുമ്പം അത് മാത്രം ഇനി ചർച്ച ചെയ്താൽ മതി എന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ബുക്ക് റിവ്യൂസോ അങ്ങനെ എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ചെയ്യേണ്ടതുള്ളൂ. ബാക്കി നമുക്കിപ്പോൾ എല്ലാം നമ്മളിതിനകത്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ് മെഡിറ്റേഷൻ, യഥാർത്ഥത്തിലെ മെഡിറ്റേഷൻ എന്താണ്, ജയകൃഷ്ണമൂർത്തി മെഡിറ്റേഷനെ കുറിച്ച് എന്താ പറഞ്ഞിട്ടുള്ളത്, രമണ മഹർഷി പറഞ്ഞിട്ടുള്ളത്, യോഗാനന്ദ പരമഹംസ പറഞ്ഞിട്ടുള്ളത്, ഡോക്ടർ ജോ ഡിസ്പെൻസ, എക്കാർട്ട് ടോളെ, അങ്ങനെ ഇന്ന് നമുക്ക് കിട്ടാവുന്ന എല്ലാ മെറ്റീരിയലുകളും ഞാൻ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ ഒരു ബുക്കിൻ്റെ പാർട്ടാണ്. അതിൻ്റെ പാർട്ടായിട്ടാണ് ഞാൻ ആക്ച്വലി ഈ ടോക്കുകളെല്ലാം നടത്തിയിട്ടുള്ളത്, ഡേറ്റ കളക്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ ശ്രീചക്ര ഉൾപ്പെടെ എന്താണ് ഈ എന്തെന്ന് പറയുന്നത് ഒക്കൾട്ട് സയൻസ് എന്താണ്, തിയോസഫിക്കൽ സൊസൈറ്റിയിൽ പ്രാക്ടിക്കൽ ഒക്കൾട്ടിസം എന്ന് പറഞ്ഞ ബ്ലവസ്കിയുടെ ഒരു ബുക്ക് ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരുവിധം ടോപ്പിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് വന്നൊരു റിക്വസ്റ്റാണ്, വിപാസനയെക്കുറിച്ച് മലയാളത്തിലൊന്ന് ചെയ്യണമെന്ന്. ഇന്ന് രാവിലെയാണ് എനിക്കത് കിട്ടിയത്. അപ്പം ഞാൻ അതിനെക്കുറിച്ചൊന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു. അപ്പം സാധാരണ നമ്മളൊരു പ്രഭാഷണം നടത്തുമ്പോഴോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളെ സംസാരിക്കാൻ വിളിക്കുമ്പം എത്ര മിനിറ്റ് സംസാരിക്കണം, ആരാണ് ഓഡിയൻസ്, ഇതൊക്കെ നോക്കി നമ്മൾ പ്രിപ്പയർ ചെയ്ത് നോട്ടൊക്കെ എഴുതിയിട്ടാണ് പോകുന്നത്. അപ്പം എൻ്റെ ചാനലിൽ എനിക്ക് പറയുമ്പം എനിക്ക് ടൈം റെസ്ട്രിക്ഷൻ ഇല്ല, പ്രിപ്പറേഷൻ ഒന്നും ഇല്ലാതെ സംസാരിക്കണമെന്നാണ് എൻ്റെ നിർബന്ധ ബുദ്ധി. ഇതുവരെ ഞാൻ സംസാരിച്ചിട്ടുള്ള ടോപ്പിക്കുകളൊന്നും പ്രിപ്പയർ ചെയ്ത് സംസാരിച്ചിട്ടുള്ളതല്ല. അപ്പോൾ എന്തായാലും വിപാസന എന്താണെന്ന് നോക്കാം. അപ്പം ഈ വിപാസനയൊക്കെ ഞാൻ കേൾക്കുന്നത് നമ്മുടെ ഈ ആത്മീയ യാത്രയിൽ പോകുമ്പം ബുദ്ധിസത്തിലാണെന്നാണ് എനിക്ക് എൻ്റെ ഓർമ്മ. വിപാസന മെഡിറ്റേഷൻ ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു പിരമിഡ് മെഡിറ്റേഷനിൽ ആനാപാനസതി മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ്, അങ്ങനെ പിന്നെ ബുദ്ധിസ്റ്റ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞ് തിയോസഫിയിൽ ബുക്കുകളുണ്ട്. ഒക്കൾട്ട് സയൻസ് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി ലിറ്ററേച്ചർ തിയോസഫിയിലുണ്ട്. ഞാനിതൊക്കെ വായിച്ചിട്ടുണ്ട്, ഇതിൽ ചിലത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്താണൊരു സാധാരണ ലെവലിലെ വിപാസന, ഒരു സാധാരണ ഒരാൾക്ക്, ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞുകൂടാത്ത ഒരാൾക്ക് എന്താണ് വിപാസന, അതിൻ്റെ പ്രയോജനം എന്താണ്, നമുക്കിതെങ്ങനെ ചെയ്യാം, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഈ ചാനലിൽ നമ്മൾ തുടക്കം തൊട്ടേ 2 കാര്യങ്ങളാണ് പറയുന്നത്. ഒന്ന്, നമ്മൾ കോൺഷ്യസ്നെസ് എന്ന് പറയും. അത് ഇംഗ്ലീഷിൽ പറയുമ്പോൾ കോൺഷ്യസ്നെസ് എന്ന് പറയും, മലയാളത്തിൽ പറയുമ്പോൾ ശുദ്ധബോധം എന്ന് പറയും. ശുദ്ധബോധം എന്ന് പറയുന്നത് ഒന്നായി വ്യാപിച്ചിട്ടുള്ള ഒരു സാധനം അല്ലെങ്കിൽ ഒരു വസ്തു. പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ വരുന്നതെല്ലാം. അതാണ് ഈ കാമം, ക്രോധം, മോഹം, ലോഭം എന്ന് പറയുന്നത്. ഇതിനെ 2ആയിട്ടാണ്. ഈ പേഴ്സണാലിറ്റിയെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമുക്ക് ബോധവും ജഡവും എന്നും പറയാം. ഈ ജഡത്തിനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, അല്ല അറിവില്ലായ്മനെ കട്ട് കഴിഞ്ഞാൽ നമ്മൾ അറിവിലേക്ക് വരും. അപ്പോൾ ആരാണ് നമ്മുടെ ശത്രു എന്ന് ചോദിച്ചാൽ, ശത്രു നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളാണ്. ഇത് നിരന്തരം എല്ലാ പ്രഭാഷണത്തിലും പറഞ്ഞിട്ടുള്ളതാണ്. ഒരു 60,000 ചിന്തകളാണ് കടന്നു പോകുന്നത്. അപ്പം മൈൻഡ് എന്ന് പറയുന്നത് സം ടോട്ടൽ ഓഫ് തോട്ടാണ്. മനസ്സാണ് ശത്രു. അപ്പം എല്ലാ വിദ്യകളും, വിപാസന ആയിക്കോട്ടെ, ഏതൊരു ക്രമവും എടുത്ത് നോക്കിയാൽ ഈ മനസ്സിനെ പിടിച്ചു കെട്ടാനുള്ള, അല്ല കുതിരയെ എന്താണ് പറയുന്നത്, നമ്മൾ കയറ് വെച്ച് കടിഞ്ഞാണിട്ട് പിടിക്കുന്നത് പോലെ, ഒരു 5 കയറ് ഇട്ടൊരു 5 കുതിര ഉണ്ടെന്ന് വിചാരിക്കുക, നമ്മൾ 5 കയറിട്ട് പിടിക്കുക എന്ന് പറയുന്നത് പോലെ ഉള്ള ഇതിനെ കൺട്രോൾ ചെയ്യുന്നൊരു മെക്കാനിസമാണ്. ഇതാണ് എല്ലാ ക്രിയകളുടെയും അടിസ്ഥാന ലക്ഷ്യം. ഇത് നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ
നമ്മൾ ഒരു ക്രിയ നല്ലത്, ഒന്ന് ചീത്ത എന്ന് നമ്മൾ പലപ്പോഴും പറയും. ഇതാണ് എൻ്റെ തുടക്കത്തിൽ. ഇനി വിഭാസനം പറയാം. ഈ ശ്വാസത്തെ ശ്രദ്ധിക്കുക എന്നാണ് ഈ പ്രോസസ്സിൻ്റെ ഒരു പ്രധാന ക്രമം. അല്ലാതെ ശ്വാസത്തെ പിടിച്ചു വെക്കുക, 4 ട്രിപ്പ് പിടിച്ച് 5 അകത്തോട്ട് എടുത്ത് 4 ട്രിപ്പ് പിടിച്ച് 6 വിടുക എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെയൊക്കെ ചില സ്കൂളുകളിൽ അവരുടേതായ ചില ഇംപ്ലിമെൻറ്റേഷൻസാണ്. യഥാർത്ഥത്തിലുള്ള വിഭാസനയും എന്ന് പറയുന്നത് ശ്വാസത്തെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. എന്തിനാണ് ശ്വാസത്തെ ഇവർ ശ്രദ്ധിക്കാൻ പറയുന്നത് പറഞ്ഞാൽ, നമ്മളറിയാതെ തന്നെ നമ്മുടെ ശ്രദ്ധ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലാണ്. പഞ്ചേന്ദ്രിയങ്ങൾ പറഞ്ഞാൽ നമ്മളറിയാതെ ഒരു കാഴ്ച കാണുന്നു. ഈ കാഴ്ച കാണുമ്പോൾ നമ്മുടെ ഉപബോധ മനസ്സിലുള്ളതുമായിട്ട് ഇതിനെ ഇമേജ് ചെയ്യും. നമ്മളൊരു പാട്ട് കേട്ടാൽ ആ പാട്ട് പണ്ട് കേട്ടതുമായിട്ട് ഇങ്ങനെ എന്താന്ന് പറയുന്നത്, നമ്മൾ ഈ നിലവിലുള്ള പ്രസൻറ്റ് മൊമെൻറ്റിലല്ല നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ അതിന് എന്ത് പറ്റുമെന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് ഇപ്പം ഞാൻ പറയുകയാണ്, ഇതാണ് വിഭാസനം. നിങ്ങളൊരു സ്ഥലത്തിരുന്നിട്ട് നിങ്ങളൊന്നും ചെയ്യണ്ട, നിങ്ങൾ ശ്വാസത്തെ മാത്രം ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞാൽ എന്ത് പറ്റും? നമ്മൾ ആ ശ്വാസത്തെ ശ്രദ്ധിക്കും തോറും നമ്മുടെ ചിന്തകളില്ലാതാവും. അപ്പോൾ ആ ചിന്തകളില്ലാതാവാനാണ് ഈ ക്രമം പറയുന്നത്. അപ്പോൾ അതിന് ചിലർ എണ്ണം വെച്ച് പറയും, ഇത്ര എണ്ണം അകത്തോട്ടെടുത്ത് പിടിക്കണം. അതൊക്കെ പല സ്കൂളിലും, നമ്മൾ ഏത് സ്കൂളിലാണോ വിഭാസന പഠിക്കുന്നത്, അത് ബുദ്ധിസത്തിലാണോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും നിന്നാണോ, അതിൽ അവർ പറയുന്ന ക്രമം നമ്മൾ പാലിക്കുക. പക്ഷേ വിഭാസന എന്ന് പറയുന്നത് 24/365 ആണ്. എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും നമ്മുടെ ഈ പ്രോസസ്സിലായിരിക്കണം, ആ ശ്രദ്ധയിലായിരിക്കണം. എന്ന് പറഞ്ഞാൽ എന്താ, ശ്വാസത്തെ ശ്രദ്ധിക്കുമ്പോൾ നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ വരും. അതാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അതാണ് ശരിക്കും പറഞ്ഞ കോൺഷ്യസ്നെസ് എന്ന് പറയുന്നത്. ശരിക്കും ശുദ്ധബോധത്തിലേക്ക് നമ്മൾ കടക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ എന്താണ് പറയുന്നത്, ഇവർ പറയുന്ന കണക്കുള്ള സ്വർഗീയമായ കാര്യങ്ങളോ ഒന്നുമല്ല. നമുക്ക് നിലവിൽ നിൽക്കുന്ന സാഹചര്യത്തെ, ഞാനത് എപ്പോഴും പറയാറുണ്ട്, നമ്മളൊരു പ്രഭാഷണം കേൾക്കുമ്പോൾ അത് മൊത്തത്തിൽ നമ്മൾ കേൾക്കുക, അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പം വളരെ ഇതായിട്ട് സിമ്പിളായിട്ട് സംസാരിക്കുക. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം കണ്ടീഷൻഡാണ്. കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ അത് ഇതിന് മുമ്പേ ഉള്ളതുമായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പോൾ അത് വരാതിരിക്കാനാണ് രമണ മഹർഷി ആണെങ്കിലും പറയുന്നുണ്ട്, ശത്രു പുറത്തല്ല അകത്താണ്. നിങ്ങളുടെ കോട്ടയിൽ നിന്നാണ് ശത്രു വരുന്നത്, അതിനെ വെട്ടണം. അതാണ് ഉപാസന, അതാണ് ഈ വിഭാസന എന്ന് ഇവർ പറയുന്നത്. അതിൻ്റെ ഒരു ടെക്നിക്കിൻ്റെ ഭാഗമായിട്ടാണ് ഇവർ ശ്വാസത്തെ ശ്രദ്ധിക്കാൻ പറയുന്നത്. ശ്വാസത്തെ ശ്രദ്ധിക്കാതെ തന്നെ നമ്മൾ വിചാരം നടത്തിയാൽ മതി. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ചുറ്റും നമ്മുടെ കാഴ്ച മൊത്തത്തിൽ പോകുന്നുണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കേൾക്കുന്ന ശബ്ദം, ഒരു വളരെ മെലഡിയസ് ആയിട്ടൊരു മ്യൂസിക് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ ഓടുന്നുണ്ട്, നേച്ചറിന്, അത് നമ്മൾ ശ്രദ്ധിക്കുക. അതാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് നമുക്ക് വേൾഡിലെ നമ്പർ 1 എന്ന് ജീവിച്ചിരിക്കുന്നതിൻ്റെ റേറ്റ് ചെയ്യാൻ പറ്റുന്ന എക്കാർട്ട് ടോളയുടെ പവർ ഓഫ് നൗ എന്ന് പറയുന്നത് വിഭാസനയാണ്. ഞാൻ എന്തുകൊണ്ട് ബുദ്ധൻ്റെ പേരൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞാൽ, നമുക്ക് എക്കാർട്ട് ടോളയുടെ ലൈവ് പ്രോഗ്രാമിൽ പങ്കെടുക്കാം, നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, ഇവിടെ സെഷൻസിൽ നമുക്ക് പങ്കെടുക്കാം. അപ്പം അവരൊക്കെ ലിവിങ് ലെജൻസാണ്. അപ്പോൾ അതുകൊണ്ട് പഴയ ആൾക്കാരെ കേൾക്കണ്ടെന്നല്ല. അപ്പം അതാണ് ആക്ച്വലി വിഭാസന. അല്ലാത്ത വിഭാസന എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു ക്രമമോ ക്രിയയോ അല്ല. വിഭാസന ഈസ് ഈക്വൽ ടു മൈൻഡ്ഫുൾനെസ്സാണ്. ഇനി മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞാൽ പവർ ഓഫ് നൗ ആണ്. അത് ഞാൻ ശ്രീചക്രയെക്കുറിച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്രീചക്രയിൽ 3 സർക്കിളുണ്ട്. ആ 3 സർക്കിൾ എന്ന് പറഞ്ഞാൽ പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറാണ്. ഇത് 3നെയും കടന്ന് അകത്തോട്ട് ചെല്ലുമ്പോഴാണ് പിന്നെയും ട്രയാങ്കിൾ വരച്ചിട്ടുണ്ട്, 4 മേളിലോട്ടും 5 താഴോട്ടും. അതെല്ലാം കടന്ന് ആഗ്രഹങ്ങൾ 16 8 ദുഃഖങ്ങൾ, ഇതെല്ലാം അവർ സിംബോളിക്കായിട്ട് ജോമെട്രിയാണ്, സീക്രട്ട് ജോമെട്രിയാണ് ശ്രീചക്ര. അത് കടന്ന് ആ മിഡ് പോയിന്റിൽ എത്തുന്നതാണ് കോൺഷ്യസ്നസ്. അപ്പം വിഭാസന നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ
നമ്മൾ വളരെ പ്യുവറായിട്ട് കാണാനും വളരെ പ്യുവറായിട്ട് കേൾക്കാനും നമ്മുടെ സെൻസസിനെ വളരെ പ്യുവറായിട്ട് നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ പോലും അത് വിഭാസന ഡ്രിങ്കിങ്, വിഭാസന വാക്കിംഗ്, വിഭാസന ലിസണിങ്, വിഭാസന സീയിങ്, അങ്ങനെ നമ്മുടെ എല്ലാ സെൻസസിനെയും വിഭാസനയായിട്ട് കണക്ട് ചെയ്യാം. ഇത് ബുദ്ധിസത്തിൽ മൈൻഡ്ഫുൾ സീയിങ്, മൈൻഡ്ഫുൾ വാക്കിംഗ് എന്നൊക്കെ പറയും. അത് നമ്മൾ അതിനിപ്പോൾ കൺവേർട്ട് ചെയ്ത് വിഭാസനയാക്കുക. അപ്പോൾ നമ്മുടെ എല്ലാ ആക്ടിവിറ്റിയിലും വിഭാസന വരണം, എല്ലാ ആക്ടിവിറ്റിയിലും വിഭാസന. ഞാനിപ്പം വിഭാസനയുടെ വേർഡ് മീനിങ് എന്താണ്, ഇത് ഒറിജിൻ എന്താണ്, ഇതിൻ്റെ സാൻസ്ക്രിറ്റ് വേർഡ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മളൊരു പരീക്ഷയ്ക്ക് എഴുതാനൊന്നുമല്ല, നമുക്കിത് പ്രാക്ടിക്കലി എന്താണ് ഇതിൻ്റെ പുറകിലെ സീക്രറ്റ്, ഇതെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. ഇനി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് പരമാനന്ദം കിട്ടും, ബ്ലിസ്സ് കിട്ടും. അതെന്താണെന്ന് പറഞ്ഞാൽ അത് ചെയ്യുന്നവർക്കും ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതറിയാൻ പറ്റൂ. അത് വാക്കുകൾക്ക് അതീതമാണ്. അപ്പോൾ ഇതാണ് ബേസിക്കായിട്ട് വിഭാസനയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. താങ്ക് യു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഏതെങ്കിലും ടോപ്പിക് വീഡിയോ ചെയ്യണമെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറും ഫോൺ നമ്പറും ഒക്കെ ഞാൻ പ്രീവിയസ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോസിൽ ചെന്നാൽ ഞാൻ നമ്പർ ഇട്ടിട്ടുണ്ട്. 200ഓളം ടോക്സ് നടത്തിയിട്ടുണ്ട്.